അടുത്തായി നമ്മൾ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് തിയറം നോക്കാൻ പോവാണ്. ഡൈവർജൻസ് തിയറമാണ്. വളരെ സിമ്പിളാണ്. ഡൈവർജൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബേസിക്കലി നമ്മൾ ക്ലോസ്ഡ് സർഫസ് ആണ് എടുക്കുന്നത്. നമ്മൾ ക്ലോസ്ഡ് സർഫസ് എന്ന് പറഞ്ഞാൽ സ്പിയർ, അപ്പം ബേസിക് സാധാരണ സർഫസ് അല്ല, ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ്, ക്യൂബ് ആയിട്ടുള്ള സാധനങ്ങൾ. സോ ക്ലോസ്ഡ് സർഫസിലുള്ള ഫ്ലക്സിനെ കുറിച്ചുള്ള റിസൾട്ടാണ് പറയുന്നത്. സോ ഡൈവർജൻസ് തിയറം പറയുകയാണെങ്കിൽ നമ്മൾ ക്ലോസ്ഡ് സർഫസ് എടുക്കുവാണെങ്കിൽ സോ അതിന്റെ ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മ. സോ ക്ലോസ് സർഫസിന്റെ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി, തിയറത്തിന്റെ പേര് ഡൈവേർജൻസ് തിയറമാണ്. സോ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ ഫീൽഡ് ഓവർ ദ വോളിയം. ഓക്കെ. സോ ബേസിക്കലി ഡൈവേർജൻസ് തിയറം പറയുന്ന ഒരു ക്ലോസ്ഡ് സർഫസിലുള്ള ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ദ ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് എഫ് ഓവർ ദാറ്റ് സോളിഡ്. ഓക്കെ, ഇതാണ് പറയുന്നത് ഡൈവേർജൻസ് തിയറം. ഓക്കെ, സോ ഫോർമുല ഇവിടെ എഴുതാം. സോ ഡി ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി എക്സ് ഡിവൈ ഡി ഇസഡ്. സോ ക്ലോസ്ഡ് സർഫസിന്റെ, അപ്പോൾ ഒരു സ്പിയർ ആണെങ്കിൽ സ്പിയറിന്റെ സർഫസിൽ കൂടെ പുറത്തേക്ക് പോകുന്ന ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്പിയറിൽ കൂടെ ഡൈവേർജൻസ് ഓഫ് എഫ് കണ്ടുപിടിക്കും. ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ എഫ് വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ വൈ പ്ലസ് ഡോ എഫ് ത്രീ ബൈ ഡോ ഇസഡ് ആണ്. വേർ യുവർ എഫ് ഈസ് ഈക്വൽ ടു എഫ് വൺ ഐ പ്ലസ് എഫ് ടു ജെ പ്ലസ് എഫ് ത്രീ കെ. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് ഡൈവേർജൻസ് തിയറം. ഓക്കെ, സോ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഇതിനകത്ത് വരാൻ പോകുന്ന വേരിഫിക്കേഷൻ പ്രോബ്ലംസ് ചോദിക്കാം. അതുപോലെ തന്നെ യൂസിങ് ഡൈവേർജൻസ് തിയറം കാൽക്കുലേറ്റ് ദ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്നുള്ളതും ചോദിക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, വെരിഫൈ ഡൈവേർജൻസ് തിയറം ഫോർ ദ ഫീൽഡ് എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഐ വൈ ജെ പ്ലസ് ഓവർ ഇസഡ് കെ ഓവർ ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എസ് സ്ക്വയർ. ഓക്കെ, സോ എല്ലാത്തിലും ആദ്യം റിസൾട്ട് എഴുതണം. എന്താണ് റിസൾട്ട്? എഫ് ഡോട്ട് എൻ ഡി സിഗ്മ ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡൈവേർജൻസ് ഓഫ് എഫ് ഡി വി. ഓക്കെ, സോ ആദ്യം ഫീൽഡ് തന്നിട്ടുണ്ട് എഫ്, നീ ഇന്നപ്പോൾ സ്പിയർ ആണ്. സോ സ്പിയറിൽ എൻ കണ്ടുപിടിക്കണം. എൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ്. യൂണിറ്റ് കണ്ടുപിടിക്കാൻ സ്പിയറിന്റെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. സോ എന്താണ് യൂൺ വരാൻ പോകുന്നത്? 2xi. അതായത് ബേസിക്കലി ഇറ്റ് ഈസ് ആക്ച്വലി ഡെൽ എഫ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. സോ ഡെൽ എഫ് എന്ന് പറഞ്ഞാൽ എത്ര വരും? 2xi പ്ലസ് 2yj പ്ലസ് 2zk വരും, ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഡെൽ എഫ് ആണ്. സോ ബേസിക്കലി ഇറ്റ് ഈസ് ആക്ച്വലി 4x സ്ക്വയർ പ്ലസ് 4y സ്ക്വയർ പ്ലസ് 4z സ്ക്വയർ വരും. അതായത് 2xi പ്ലസ് 2yj പ്ലസ് 2z കെ ആണ്. 4 പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ 2 വരും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. സോ വരാൻ പോകുന്നത് എ വരും. സോ ആക്ച്വലി ഇത് xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ബൈ എ. ഓക്കെ, ഇനി അടുത്തത് ഇന്റഗ്രൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. എഫ് ഓൾറെഡി അറിയാം, xi പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. സോ ഇതെന്തൊരു ഇന്റഗ്രൽ xi എന്ന് പറയുമ്പോൾ അഗെയിൻ എഫ് ഡോട്ട് ഈ സാധനം അല്ലെ, എഫ് ഡോട്ട് എൻ. സോ ആക്ച്വലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ വരും ബൈ എയും കൂടെ വരും. ഐയുടെ കൂടെ ഉള്ളത് എക്സ് 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 സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ എ വരും. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇൻറ്റു ടി സിഗ്മ. സോ ദാറ്റ് ഇസ് ആക്ച്വലി ഇത് എ സ്ക്വയർ ആണ്. കാര്യം സ്ക്വയറിൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ആണ്. എ സ്ക്വയർ ബൈ എ സ്ക്വയർ ഡി സിഗ്മ വരും. അതായത് എ ഡി സിഗ്മ വരും. അതിൽ എ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി സിഗ്മ. ഓക്കെ, സോ എ ഇൻറ്റു ബേസിക്കലി ഇത് സർഫസ് ഏരിയ ഓഫ് സ്പിയർ ആണ് അല്ലേ. കാരണം ഡി സിഗ്മ എന്ന് പറഞ്ഞാൽ ഇൻറ്റഗ്രൽ ഡി സിഗ്മ സർഫസ് ഏരിയ ഓഫ് സ്പിയർ ആണ്. അത്ര അത് എ ഇൻറ്റു സ്പിയറിന്റെ സർഫസ് ഏരിയ 4πr² ആണ്. സോ 4πa² വരും. ആൻസർ ഈസ് 4πaq. ഓക്കെ, സോ ഇതാണ് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഫ്ലക്സ് കണ്ടുപിടിച്ചത്. ഇനി അതല്ല, ഡൈവേർജൻസ് തിയറം യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. ഡൈവേർജൻസ് തിയറം പറയുന്നത് ലെഫ്റ്റ് സൈഡ് പറയുന്നത് എന്താണ്? ഇന്റഗ്രൽ ഡൈവേർജൻസ് ഓഫ് എഫ് ഡി വി വരും. ഓക്കെ, സോ ഇവിടെ എഫ് എത്രയാണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ആണ്. സോ ഡൈവേർജൻസ് ഓഫ് എഫ് എന്ന് പറഞ്ഞാൽ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് അതായത് 1 പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ വൈ അതായത് 1 പ്ലസ് ഡോ എഫ് ത്രീ ബൈ ഡോ ഇസഡ് അഗെയിൻ 1. ദാറ്റ് ഇസ് ആക്ച്വലി ഈക്വൽ ടു 3. സോ ദാറ്റ് ഇസ് ആക്ച്വലി ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് 3 ഡി വി വരും. 3 ഇൻറ്റു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡി വി വരും. അതായത് ഇവിടെ സ്പിയർ ആണ്, സ്പിയറിന്റെ വോളിയം ആണ്. എത്ര? 3 ഇൻറ്റു സ്പിയറിന്റെ വോളിയം 4/3 പൈ ആർ ക്യൂബ് ആണ്. സോ ബേസിക്കലി ഇവിടെ വരാൻ നേരത്ത് 4/3 പൈ എ ക്യൂബ് വരും. സോ ആൻസർ ഇസ് അഗെയിൻ 4π എ ക്യൂബ്. ഓക്കെ, സോ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടി ട്രിപ്പിൾ ഇന്റഗ്രൽ യൂസ് ചെയ്ത്. ഓക്കെ, സോ ദിസ് ഈസ് ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഡൈവേർജൻസ് തിയറം ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഓക്കെ, സോ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് ഇവിടെ വരാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്ത നോക്കിയാൽ യൂസിങ് ഡൈവേർജൻസ് തിയറം ഫൈൻഡ് ദ ഫ്ലക്സ് ഓഫ് എഫ് എഫ് ഇസ് ഈക്വൽ ടു ദിസ് ഔട്ട്സൈഡ്
through the surface of the cube cut from the first octant by the planes x is equal to 1, y is equal to 1, z is equal to 1. ഓക്കെ, സോ ഇവിടെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ക്യൂബ് ആകുമ്പോൾ നമ്മളിങ്ങനെ ഓരോ സർഫസുകൾ എടുക്കും. നിങ്ങൾ ഫ്ലക്സ് കണ്ടുപിടിക്കണമെങ്കിൽ ആക്ച്വലി ഒരു ഫോർമുല എന്ന് പറഞ്ഞാൽ എഫ് ഡോട്ട് എൻ ഡി സിഗ്മയാണ്. അപ്പോൾ ഓരോ സർഫസും എടുത്ത് ചെയ്യേണ്ടി വരും. അപ്പോൾ കുറേ കമ്പ്യൂട്ടേഷൻ ഉണ്ട്. ഓക്കെ, പക്ഷേ അതേസമയം നിങ്ങൾ ഡൈവർജൻസ് തിയറി യൂസ് ചെയ്യണമെങ്കിൽ ഒറ്റയടിക്ക് അത് കണ്ടുപിടിക്കാം. ആദ്യം ഇത് ഡൈവർജൻസ് ഓഫ് എഫ് കാണുക. എന്താ ഡൈവർജൻസ് ഓഫ് എഫ്? വൈ പ്ലസ് ഡോ എഫ് വൺ ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ടു ബൈ ഡോ വൈ, പിന്നെ അടുത്ത ഡോ എഫ് ത്രീ ബൈ ഡോ ഇസഡ്. സോ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് വരും. സോ അതിനെ ജസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഓർ എന്താണ് എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഡി വി ഒറ്റയടിക്ക് ചെയ്യാം. എല്ലാ സർഫസും എടുക്കേണ്ട കാര്യമില്ല. ഇനി ലിമിറ്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഒക്ടൻ്റെ എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 1, ഇസഡ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ എന്തൊരു ഇൻറ്റഗ്രൽ 0 to 1, ഇൻറ്റഗ്രൽ 0 to 1, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് ഏത് ഓർഡർ ഉണ്ടെങ്കിൽ ചെയ്യാം. ഡി ഇസഡ് ഡി വൈ ഡി എക്സ് ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തത് എന്തായത് ഇൻറ്റഗ്രൽ 0 to 1, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് ഇസഡ് പ്ലസ് വൈ ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ ബൈ 2 ഇൻ ദ ലിമിറ്റ്സ് 0 to 1 ഡി വൈ ഡി എക്സ് വരും. അതായത് ഇൻറ്റഗ്രൽ 0 to 1, ഇൻറ്റഗ്രൽ 0 to 1 എക്സ് പ്ലസ് വൈ പ്ലസ് 1/2 വരും അല്ലേ, ഡി വൈ ഡി എക്സ് എന്ന് പറയും. നെക്സ്റ്റ് ഇൻറ്റഗ്രൽ 0 to 1 എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് 1/2 വൈ വരും. അഗെയിൻ 1/2 വൈ എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ബൈ 2 പ്ലസ് 1/2 വൈ ഇൻ ദ ലിമിറ്റ്സ് ഡി എക്സ് 0 to 1 വരും. സോ ഇൻറ്റഗ്രൽ 0 to 1 ഇത് എക്സ് പ്ലസ് 1/2 പ്ലസ് 1/2 വരും. അഗെയിൻ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ നേരത്ത് എന്താ വരാൻ പോകുന്നത്? എക്സ് സ്ക്വയർ ബൈ 2 പ്ലസ് 1/2 പ്ലസ് 1/2 1 വരും. സോ ബേസിക്കലി 1x വരും. ഇതിൻ്റെ ലിമിറ്റ്സ് 0 to 1 വരും. അപ്പോൾ അഗെയിൻ 1/2 പ്ലസ് 1. സോ ആൻസർ ഈസ് 3/2. ഓക്കെ, ഒറ്റയടിക്ക് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? സോ ദിസ് ഈസ് ഡൈവർജൻസ് തിയറം. ഓക്കെ, സോ ഫൈനൽ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറയുന്നത് നോക്കിയോ, ഫൈൻഡ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ ഫീൽഡ്. ഫൈൻഡ് ദ നെറ്റ് ഔട്ട്വേർഡ് ഫ്ലക്സ് ഓഫ് ദ ഫീൽഡ്. എഫ് ഈസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ബൈ റോ ക്യൂബ്. റോ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. ഓക്കെ, സോ ഔട്ട്വേർഡ് ഫ്ലക്സിന്റെ ഫോർമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ഡോട്ട് ടി എൻ ഡി സിഗ്മയാണ്. ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻറ്റഗ്രൽ ഓഫ് ഡൈവർജൻസ് ഓഫ് എഫ്. സോ നോക്കാം. സോ ആദ്യം ഡൈവർജൻസ് ഓഫ് എഫ് കാണണം. അപ്പം എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ ബൈ റോ ക്യൂബ് ആണ്. റോ എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആണ്. സോ ആദ്യം ഇപ്പം ഇതിനെ ഇപ്പം ഒരു എന്താ പറയുക, എഫ് വൺ ഐ പ്ലസ് എഫ് ടു ജെ പ്ലസ് എഫ് ത്രീ കെ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എഫ് വൺ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കുറേ കമ്പ്യൂട്ടേഷൻസ് വരും. എക്സ് ബൈ റോ ക്യൂബ് ആണെന്ന് വിചാരിക്കുക. സോ ഡോ എഫ് വൺ ബൈ ഡോ എക്സ് എന്ത് വരും? ഡോ എഫ് വൺ ഡോ ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ബേസിക്കലി നമ്മുടെ പ്രൊഡക്റ്റ് കൊടുക്കാം. സോ ഇത് റോ റേസ് ടു മൈനസ്, ആക്ച്വലി ഇത് എക്സ് ഇൻറ്റു റോ റേസ് ടു -3 ആണ്. സോ റോ റേസ് ടു -3 പ്ലസ് എക്സ് ഇൻറ്റു റോ റേസ് ടു -3യുടെ -3 ഇൻറ്റു റോ റേസ് ടു -4 ഇൻറ്റു ബേസിക്കലി റോ എന്ന് പറയുന്നത് 1/റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. സോ ഇറ്റ് ഇസ് ആക്ച്വലി അതായത് റോ റേസ് ടു -3 എന്ന് പറയുമ്പോൾ -3 റോ റേസ് ടു -3 -1 ചെയിൻ റൂളാണ് ഞാനോട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ റോയുടെ ഡെറിവേറ്റീവ് ഡോ റോ ബൈ ഡോ എക്സ്. സോ ബേസിക്കലി ഡോ റോ ബൈ ഡോ എക്സ് വരും. ഓക്കെ, അതായത് റോ റേസ് ടു -3 പ്ലസ് അതായത് എക്സ് ഇൻറ്റു -3 ഇൻറ്റു റോ റേസ് ടു -5 ഇൻറ്റു ഡോ റോ ബൈ ഡോ എക്സ് ഇത് ആക്ച്വലി റൂട്ട് എക്സ് ആണ്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ഇൻറ്റു 2x വരും. ഓക്കെ, സോ ഇത് ക്ലിയർ ആയിട്ട് ചെയ്തത് ആക്ച്വലി മൊത്തം വരാൻ നേരത്തെ ക്ലിയർ ചെയ്താകുമ്പോൾ എന്താ വരാൻ പോകുന്നത്? ആക്ച്വലി റോ റേസ് ടു -3 ഇൻറ്റു -2 വെട്ടി പോകും. സോ ബേസിക് -3x സ്ക്വയർ റോ റേസ് ടു -4 ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ. കാൽക്കുലേഷൻസ് കറക്റ്റ് ആണെന്ന് നോക്കണം കേട്ടോ. സോ ദിസ് ഇസ് ആക്ച്വലി ഈക്വൽ ടു റോ റേസ് ടു -3 ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോ തന്നെയാണല്ലേ, റോ തന്നെയല്ലേ? ഓക്കെ, സോ ബേസിക്കലി റൂട്ട് ഓഫ് -4 എന്ന് പറയുന്നത് റോ തന്നെയാണ് വരിക. സോ ബേസിക്കലി വരാൻ പോകുന്നത് -3x സ്ക്വയർ റോ റേസ് ടു -5 വരും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഫസ്റ്റ് വൺ ഡോ എഫ് വൺ ബൈ ഡോ എക്സ്.
ഇനി ഇതേ പരിപാടി തന്നെ നിങ്ങൾ ഡോ എഫ് ടു ബൈ ഡോ എക്സ് എടുത്തു കഴിഞ്ഞാലും ഇതേപോലെ തന്നെ വരും, സിമെട്രിയാണ്. സോ അവിടെ വരാൻ പോകുന്നത് ഇങ്ങനെ ആയിരിക്കും, റോ റേസ് ടു മൈനസ് ത്രീ വൈ സ്ക്വയർ ഇൻറ്റു റോ റേസ് ടു -5. ഓക്കെ, അതുപോലെ ഡോ എഫ് ത്രീ ബൈ ഡോ എക്സ് എടുക്കാൻ നേരത്ത് ഇതേപോലെ തന്നെ വരും, റോ റേസ് ടു -3 ഇസഡ് റേസ് ടു റോ റേസ് ടു -5. ഓക്കെ, ഇനി ഡൈവേർജൻസ് പറഞ്ഞത് എല്ലാം കൂടെ ആഡ് ചെയ്യണം. സോ ആഡ് ചെയ്യുമ്പോൾ എന്താ വരാൻ പോകുന്നത്, 3 റോ റേസ് ടു -3 മൈനസ് 3 റോ റേസ് ടു -5 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ വരും. അതായത് 3 റോ റേസ് ടു -3 -3 റോ റേസ് ടു -5 എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോയുടെ സ്ക്വയർ ആണ്. സോ ഇത് വരും. സോ 3 റോ റേസ് ടു -3 -3 റോ റേസ് ടു -3 വിച്ച് ഇസ് 0. അതായത് ഡൈവേർജൻസ് ഓഫ് എഫ് 0 വരും. സോ ഇന്റഗ്രൽ എടുത്തു കഴിയുമ്പോൾ ഈ ഓട്ടോമാറ്റിക്കലി ആൻസർ 0 ആവും. ഓക്കെ, സോ ദിസ് ഈസ് തേർഡ് ഫോർമുല. ഓക്കെ, സോ അത് കഴിഞ്ഞു, നമ്മുടെ സെക്കൻഡ് മോഡ്യൂൾ കഴിഞ്ഞു. സോ ഐ എം സ്റ്റോപ്പിംഗ് ഹിയർ. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. ഓക്കെ, താങ്ക് യു.